അപ്പൊ നമ്മൾ ചിലർ പറയും കമ്പനി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത്രയും വലിയ ചാർജ് വരുന്നതാണ്. ഇപ്പൊ നമ്മളെ വാറണ്ടി കഴിഞ്ഞ വണ്ടികൾ ഇപ്പൊ സാധാരണ ആദ്യ ആൾക്കാർ ഈ വാറണ്ടി മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി തന്നെ ചെയ്യും. പക്ഷെ വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അപ്പം അതിനൊക്കെ ആറ്റിട്ട് അതായത് കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യുമ്പോഴും പുറമേ നിന്ന് സർവീസ് ചെയ്യുമ്പോഴും നമ്മളുള്ളൊരു വ്യത്യാസം എന്താണ്, അതിന്റെ ക്വാളിറ്റി ഓഫ് സർവീസിലുള്ള വ്യത്യാസമാണോ എന്താണ്, അതൊന്ന് കറക്റ്റ് നമ്മളെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യുമ്പോൾ വണ്ടി റീസെയിൽ ചെയ്യുമ്പോൾ അതിന്റെ സർവീസ് ഹിസ്റ്ററി അവിടെ ആയിരിക്കും. പിന്നെ വാറണ്ടി കഴിഞ്ഞൊരു വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു പാട്ടിന്റെ ചില ചൈൽഡ് പാട്ടുകൾ ഉണ്ടാവും. നമുക്ക് ഷോറൂമിലാകുമ്പോൾ അത് മാറില്ല, അത് അവർ കംപ്ലീറ്റ് ഫുൾ അസംബ്ലി ആയിട്ടേ മാറുള്ളൂ. പക്ഷെ അവരത് റിപ്പീറ്റ് വിസിറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് കസ്റ്റമർ നമ്മൾ എന്തെങ്കിലും റിപ്പയറബിൾ ആയിട്ടുള്ള സാധനമാണെങ്കിലും കമ്പനി അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കംപ്ലീറ്റ് ആ യൂണിറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് റെക്കമെൻഡ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ചിലർ പറയും കമ്പനി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത്രയും വലിയ ചാർജ് വരുന്നതെന്നുള്ളത്. കാരണം കമ്പനി ഒരു മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്നത് ആ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ പാർട്ട് കംപ്ലീറ്റ് ആ യൂണിറ്റ് കംപ്ലീറ്റ് മാറ്റുക. നമ്മൾ റിപ്പയർ ചെയ്തിട്ട് അതിന് വീണ്ടും എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ കസ്റ്റമർ വീണ്ടും കംപ്ലൈന്റ് ആയിട്ട് ഷോറൂം വിസിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ആ റിപ്പീറ്റ് വിസിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാനുഫാക്ചേഴ്സ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്നത്. പക്ഷേ നിങ്ങൾ വർക്ക്ഷോപ്പുകൾ, അത് അതർ വർക്ക്ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ റോഷിത്തിന്റെ വരുന്ന വർക്ക്ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അവർ അത് റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യും അല്ലേ. അതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. അതിലാണ് നമ്മുടെ കോസ്റ്റിലുള്ള വ്യത്യാസം വരുന്നത്. മറ്റൊരു ലക്ഷങ്ങളാവും, ഇവിടെ ചെറിയ ചിലപ്പോൾ 10,000-കളിൽ ആണെങ്കിൽ തന്നെ ഒരു 2.5 lakh ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാ ആഴ്ചയും ചിലത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതെ അതെ, ഷോറൂം ഒരിക്കലും അത് റിപ്പയറിംഗ് ചിന്തിക്കാൻ നമുക്കത് റിപ്പയർ ചെയ്ത് വണ്ടി റെഡിയാക്കാം. അതുപോലെ എല്ലാ പാർട്ടും റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് കമ്പനി അത് ഒരിക്കലും റിപ്പയറിംഗ് ചെയ്യില്ല, ഡയറക്റ്റ് പാർട്സ് റീപ്ലേസ്മെന്റ് ആണ്. അതായത് കുറച്ചും കൂടെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്ന് പറയുന്നത് പുറത്താണ്. മറ്റൊരു ഈ സാധനം മാറ്റി വെക്കാന്നുള്ളത് നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാന്നല്ല. ചിലത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്തതുണ്ട്, പക്ഷെ പറ്റാവുന്ന മാക്സിമം നമ്മൾ റിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ കൊടുക്കാറുണ്ട്.